ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാൻ യുദ്ധക്കപ്പലിന് നേരെ അമേരിക്കൻ അന്തർവാഹിനി നടത്തിയ ആക്രമണത്തിൽ 87 പേർ കൊല്ലപ്പെട്ടു. ശ്രീലങ്കൻ വിദേശകാര്യ സഹമന്ത്രി അരുൺ ഹേമചന്ദ്രയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ആക്രമണം സ്ഥിരീകരിച്ച അമേരിക്കയും രംഗത്തെത്തി. ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും പെന്റഗൺ പുറത്തുവിട്ടു. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര വിവരങ്ങൾ നൽകാൻ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ അതുപോലെ തന്നെ തുടരും എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും US ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്താണ് ഈ വാർത്ത ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആണ് ഈ ഇറാന്റെ യുദ്ധക്കപ്പൽ തകർത്തതായിട്ടുള്ള വാർത്ത പെന്റഗൺ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇറാനിയൻ യുദ്ധക്കപ്പൽ ഐറിസ് ഡേനയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 87 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായിട്ടും പെന്റഗൺ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ശ്രീലങ്കൻ തീരത്തിലേക്ക് ഈ സംഘർഷം വ്യാപിക്കുന്നത് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന വിഷയം തന്നെയാണ്. പക്ഷേ അമേരിക്ക ശക്തമായ രീതിയിൽ ഇറാനെതിരെയുള്ള ആക്രമണം കടുപ്പിക്കുകയാണെന്ന് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.